എല്ലാ പ്രിയപ്പെട്ട ICSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ വീഡിയോകൾ ദിവ്യാസ് ലേണിംഗ് അക്കാഡമി മലയാളം പാഠാവലികളുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു. ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ വീഡിയോകൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മലയാള പാഠാവലികളുടെ പഠന നിലവാരത്തെ വളർത്തുകയും ഉയർത്തുകയും നല്ല മാർക്ക് വാങ്ങാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോകൾ കാണുന്ന ഓരോ വിദ്യാർത്ഥിയും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിലേക്ക് വേണ്ടി, അത് ഞങ്ങൾക്ക് തയ്യാർ ചെയ്യുന്നതിലേക്ക് വേണ്ടി തികച്ചും സന്തോഷകരമായൊരു സാഹചര്യം ഒരുക്കാൻ ഈ ചാനൽ ദിവ്യാസ് ലേണിംഗ് അക്കാഡമി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും കാര്യക്ഷമമായ ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണ് മലയാളം. ICSE വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ സ്കൂളുകളിൽ കുറച്ചുകൂടി ഗൗരവമുള്ള സയൻസ് വിഷയങ്ങളുടെ പഠനമുണ്ടാകും. അതുകൊണ്ട് തന്നെ മലയാളം അത്ര ഗൗരവമായി ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കണമെന്നില്ല. വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ദുഷ്കരമായി തീരും. പക്ഷേ എങ്കിലും ആ വിഷയം നമുക്ക് ജയിച്ചേ മതിയാവൂ. ജയിക്കാൻ നമ്മൾ 18 അടവും പയറ്റുന്നൊരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വിവരണം അല്ലെങ്കിൽ ഒരു അധ്യാപനം ഒട്ടേറെ പ്രയോജനപ്പെടുമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കിന്ന് ഞങ്ങൾ തരുന്ന അധ്യായം പെറ്റ വയറ് എന്ന് പറയുന്ന അധ്യായമാണ്. അധ്യായത്തിൻ്റെ രചയിതാവ് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെയായ കോളമിസ്റ്റും നിരൂപകനും ഒക്കെ ആയിട്ടുള്ള തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള CV ബാലകൃഷ്ണൻ എന്ന കണ്ണൂർ സ്വദേശിയായ വ്യക്തിയാണ്. അദ്ദേഹം ഒട്ടേറെ കൃതികൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ പുസ്തകം എന്ന കൃതിയാണ് ഏറ്റവും കൂടുതൽ വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഫിലിം ക്രിട്ടിക്സ് രചനയ്ക്ക് അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബിബ്ലിക്കൻ ലാംഗ്വേജിൽ എഴുതുന്നതിൽ ഏറെ മിടുക്കനായ അദ്ദേഹം മുസ്ലിം സാമുദായിക പശ്ചാത്തലത്തിലെ ഒരു കുടുംബത്തിൽ ഒരമ്മ അനുഭവിക്കുന്ന മാനസിക വ്യഥ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മാനസിക വിഷമം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു കഥയാണ് പെറ്റ വയറ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുമാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രതിസന്ധികളിലും നമ്മളെ കൈവിടാതെ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി ഏതു നിമിഷവും ഓർത്തിരിക്കുന്ന ഒരു അമ്മയുടെ കഥയാണിത്. കുൽദുമ്മ എന്ന് പറയുന്ന അമ്മ, ബുഷ്റ മൻസിലിലെ കോയ അടക്കമുള്ള 6 മക്കളുടെ അമ്മ. കോയ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ബാപ്പയോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി വീട് വിട്ടു പോയ ഒരു മകനാണ്. കുൽദുമ്മയ്ക്ക് മാത്രമേ കോയയെക്കുറിച്ചുള്ള ഓർമ്മകളുള്ളൂ. ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ സുഖദുഃഖ സമ്മിശ്രമായ യാത്രകളിലൊക്കെ കുൽദുമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനെ ഓർത്തുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അവനെ ഒന്ന് കാണാൻ കഴിയും എന്ന വിശ്വാസത്തിൽ. കുൽദുമ്മയുടെ അഭിപ്രായത്തിൽ കോയ എവിടെയോ നല്ല നിലയിൽ ജീവിക്കുകയാണ്. ഏതോ കാറിൻ്റെ പിൻസീറ്റിൽ ചാരിയിരുന്ന് സഞ്ചരിച്ച് പോകുന്ന കോയയുടെ മുഖം കുൽദുമ്മയുടെ മനസ്സിൽ നിറയുമ്പോഴെല്ലാം അവർ കോയയെപ്പറ്റി തൻ്റെ കൂടെയുള്ള മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. അവരെല്ലാം എന്തെങ്കിലുമൊക്കെ തരത്തിൽ കോയ എവിടെയാണ്, അവന് വന്നുകൂടായിരുന്നോ, അവനിപ്പോൾ ഉണ്ടായിരിക്കുമോ എന്നുള്ള ആശങ്കകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സങ്കടം വന്ന കുൽദുമ്മ വീടിന് ഉള്ളിൽ കയറി മുറി അടച്ച് ഒറ്റയിരിപ്പിൽ കരച്ചിൽ തുടങ്ങുകയായി. അതുപോലെ തന്നെ റഹിയാനത്തും മറിയം ബിയും ഒക്കെ ചെന്ന് വീടിൻ്റെ വാതിൽ കൊട്ടി വളയിട്ട കൈകൾ കൊണ്ട് കൊട്ടി വിളിച്ചാണ് പലപ്പോഴും ഉമ്മയുടെ കരച്ചിലടക്കി പുറത്തെത്തിക്കുന്നത്. ചിലപ്പോൾ പേരക്കുട്ടികളും
പലതരത്തിലുള്ള തമാശകൾ പറഞ്ഞ് കോയയുടെ കാര്യം പറഞ്ഞ് ഉമ്മയുടെ മനസ്സിനെ അലോസരപ്പെടുത്താറുണ്ട്. അപ്പോഴൊക്കെ കരയുമ്പോൾ അവർ തന്നെ ഉമ്മയെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരിക്കൽ തൻ്റെ മകൻ വീട്ടിലേക്ക് മടങ്ങി വരും എന്ന്, പത്രാസോടുകൂടി മടങ്ങി വരും എന്ന് ഉമ്മ പ്രതീക്ഷിച്ചു. ഓരോ ദിവസവും വീട്ടിൽ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ വലിയ മുറികളുള്ള ആ ബുഷറ വീട്ടിൽ ഉമ്മ കാത്തിരിക്കുന്നത് തൻ്റെ മകന് നെയ്ച്ചോറ് കൊടുക്കാൻ കഴിയുന്നില്ലോ എന്നുള്ള സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഓരോ നിമിഷവും അവൻ്റെ ഓരോ രീതികളെപ്പറ്റി ഉമ്മ നിരന്തരമായി ഓർത്തുകൊണ്ടേയിരിക്കും. തൻ്റെ പെൺമക്കളോടും അവരുടെ ഭർത്താക്കന്മാരോടും തൻ്റെ മക്കളുടെ ഭാര്യമാരോടുമെല്ലാം കോയയുടെ സൗന്ദര്യത്തെപ്പറ്റിയും കോയയുടെ ആരോഗ്യത്തെപ്പറ്റിയും കോയയുടെ മനോഹരമായ നടത്തത്തെപ്പറ്റിയും എല്ലാം വാതോരാതെ ഉമ്മ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. മാതൃത്വത്തിൻ്റെ ആ നെഞ്ചകം പൊട്ടുന്ന വേദന മക്കൾക്കും മരുമക്കൾക്കും തിരിച്ചറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്കാർക്കും കോയ എന്ന് പറയുന്ന ഉമ്മയുടെ ആ മകനെ അറിയില്ല, അവർ കണ്ടിട്ടില്ല. അങ്ങനെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉമ്മ കഴിയുന്നതിനിടയിലാണ് ഒരു ദിവസം തൻ്റെ പെൺമക്കളുമായി ഉമ്മ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് കറണ്ട് പോയി. പേരക്കുട്ടികളെല്ലാം ഉറക്കം പിടിച്ച ആ സമയത്ത് തൻ്റെ മകൾ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന എമർജൻസി ലാമ്പ് തെളിച്ച് വീടിൻ്റെ അകം വെളിച്ചം വരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പുറത്ത് എവിടെ നിന്നോ ഒരു ആളിൻ്റെ ചുമ ശബ്ദം കേൾക്കുകയാണ്. വീട്ടിലുള്ളവരെല്ലാവരും പേടിച്ചു, വിഷമിച്ചു. അതും വളരെ ശോചനീയമായ തരത്തിലുള്ള ഒരു ചുമ ശബ്ദം. അങ്ങനെ ഉമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. അത്രയും വലിയ വീടാണ്, സാമ്പത്തിക സ്ഥിതിക്ക് കുറവില്ല, കള്ളന്മാരോ പിടിച്ചുപറിക്കാരോ ആരെങ്കിലും ആണോ എന്നുള്ള ഭയം തൻ്റെ 3 പെൺമക്കളിലും നിഴലിച്ചത് ഉമ്മയെ അലോസരപ്പെടുത്തിയില്ല. ഉമ്മ ഉറച്ച കാൽവെപ്പുകളോടെ വാതുക്കലേക്ക് നടന്നു. ഭിത്തിക്ക് ഓരം ചേർന്ന് റഹിയാനത്തും മറിയം ബിയും റംലത്തും ഒക്കെ പതുക്കെ പടിയുടെ വാതിൽ തുറക്കുന്നത് ഭയ ആശങ്കകളോടെ നോക്കുന്നത് കാണാമായിരുന്നു. വാതിൽ തുറക്കാനെത്തിയതും ഉമ്മയെ അവർ തടഞ്ഞു. തുറക്കല്ലേ, അപകടമായിരിക്കും അത് എന്ന് ഉമ്മയെ അവർ ഓർമ്മിപ്പിച്ചു. ഉമ്മ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് പുറകിൽ തൻ്റെ ഉറങ്ങാൻ കിടക്കാൻ പോയ പേരമക്കളെല്ലാവരും ഭയചകിതമായ കണ്ണുകളോടെ ഉമ്മയെ തന്നെ നോക്കിയിരിക്കുന്നു. ആരുമാകട്ടെ എന്തുമാകട്ടെ എന്ന് കരുതി ഉമ്മ വാതിൽ തുറക്കുകയാണ്. മുന്നിലതാ മെലിഞ്ഞ് പ്രാകൃതനായ ഒരു മനുഷ്യ രൂപം, മുഷിഞ്ഞ് നാറിയ വേഷം. കടുത്ത ശ്വാസം മുട്ടൽ കൊണ്ടോ എന്തോ ശ്വാസഗതി നന്നേ ഉയർന്ന് താഴുന്നു. കുനിഞ്ഞ് ശിരസ്സുകൊണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ചുമ ഒതുക്കി അവസാനം പതുക്കെ വിളിച്ചു ഉമ്മ എന്ന്. അത് ഉമ്മയുടെ നഷ്ടപ്പെട്ടു പോയ മകൻ കോയയായിരുന്നു. കോയയുടെ പിതാവ് മരിക്കുന്നതിന് മുൻപ് ഉമ്മയോട് പറഞ്ഞിട്ടാണത്രേ മരിച്ചത്, എൻ്റെ മോനോട് പറയണം എല്ലാം ബാപ്പയോട് പൊറുക്കാൻ. അതൊക്കെ ഓർത്തു വച്ചിരുന്ന ഉമ്മയുടെ കണ്ണുകൾ സജ്ജലങ്ങളാകുകയും ഉമ്മ മകനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ള ആ നിമിഷം ലോകത്തിലെ എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന ആ മാതൃത്വത്തിൻ്റെ സുഖം. ഒരു മകൻ അമ്മയുടെ സവിധത്തിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് നടന്നെത്തുമ്പോൾ, ആ അമ്മ അടുത്തു നിൽക്കുമ്പോൾ മകന് കിട്ടുന്ന ആത്മനിർവൃതി, അത് ലോകത്തിന് കാണിച്ചു തരാൻ കോയയുടെ ഉമ്മ എന്ന അവസാനത്തെ കഥയുടെ അവസാനത്തെ ആ വിളി മാത്രം മതിയാകുമായിരുന്നു. ഇതിലെ ചോദ്യോത്തരങ്ങൾ എഴുതുമ്പോൾ മാതൃത്വത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായി ഈ കഥയുടെ യാത്രാപഥം പൂർണ്ണമായി ബോധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതിലെ ചോദ്യോത്തരങ്ങളുമായി അടുത്ത
ഒരു അധ്യായത്തിൽ വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ചോദ്യോത്തരങ്ങൾ ലഭിക്കാനുള്ള വഴി പെട്ടെന്ന് ആക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.